ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അമൃത വൈശാഖ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ ഇന്നും നാളെയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തും മഞ്ഞ ജാഗ്രതയാണ്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി നൽകി. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. വയനാട്, ഇടുക്കി ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി നൽകിയിട്ടുണ്ട്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് കാലവർഷ സാഹചര്യം നിലവിൽ നിയന്ത്രണ വിധേയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴക്കെടുതിയിൽ 15 മരണം സംസ്ഥാനത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തു. 7 പേരെ കാണാതായിട്ടുണ്ട്. 316 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 11,018 പേരാണ് കഴിയുന്നത്. ദുരിതബാധിതർക്ക് അടിയന്തര സഹായമായി നൽകുന്ന 10,000 രൂപയ്ക്ക് പുറമെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. പുനരധിവാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥലം വാങ്ങി വീട് വയ്ക്കാൻ 12 ലക്ഷം രൂപയും വീട് നഷ്ടപ്പെട്ടവർക്കുള്ള സഹായമായി 6 ലക്ഷം രൂപയും നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ സർക്കാർ പൂർണ്ണ സജ്ജമാണെന്നും സംസ്ഥാനത്ത് സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പത്തനംതിട്ടയിൽ മഴക്കെടുതി വിലയിരുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സർക്കാർ സംവിധാനങ്ങളെല്ലാം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമാണെന്നും മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം വന്നെങ്കിലും അതീവ ജാഗ്രത തുടരുകയാണ്. റാന്നി, ആറന്മുള, തിരുവല്ല, മല്ലപ്പള്ളി, കോന്നി തുടങ്ങിയ പ്രദേശങ്ങളിൽ വീടുകളിൽ കുടുങ്ങിപ്പോയവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. തിരുവല്ല താലൂക്കിലാണ് വെള്ളക്കെട്ട് രൂക്ഷം. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. കോട്ടയം അയർകുന്നത്ത് ഒരാൾ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. അറുമാനൂർ സ്വദേശി ജിൻഡോ മാത്യു ആണ് വീടിനു മുന്നിലെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചത്. തൃശൂർ കുന്നംകുളം കടവല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ വളാഞ്ചേരി സ്വദേശിയായ യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കണ്ണൂർ നരിക്കോടുമലയിൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. പാലാ തീക്കോയിൽ വെള്ളപ്പൊക്കത്തിൽ 11 പശുക്കളെ നഷ്ടപ്പെട്ട ക്ഷീരകർഷകൻ അനിൽകുമാറിന് മന്ത്രി ബിന്ദു കൃഷ്ണ 4 പശുക്കളെ കൈമാറി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മന്ത്രി ടി സിദ്ദിഖിന്റെ നിർദ്ദേശപ്രകാരം ഹോർട്ടിക്രോപ്പ് മുഖേന പച്ചക്കറികൾ വിതരണം ചെയ്തു. പാർലമെന്റിന്റെ ഇരുസഭകളും നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞു. സുപ്രീംകോടതി ജഡ്ജിമാരുടെ എണ്ണം 33-ൽ നിന്ന് 37 വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ഭേദഗതി ബിൽ ലോക്സഭ പാസാക്കി. കോടതിയിൽ തീർപ്പാക്കാതെ കിടക്കുന്ന കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യം പരിഹരിക്കുന്നതിനാണ് നടപടി. MSME സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായിരുന്നു. കോമൺവെൽത്ത് ഗെയിംസിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ താരങ്ങൾക്ക് പാർലമെന്റ് അഭിനന്ദനം രേഖപ്പെടുത്തി. ഗുജറാത്തിലെ മഞ്ചൽപൂർ ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ സത്യേന്ദ്രഭായ് പാട്ടീലിന് വിജയം. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ 30,000-ലേറെ വോട്ടുകൾക്ക് തോൽപ്പിച്ചാണ് BJP മണ്ഡലം നിലനിർത്തിയത്. ബീഹാറിലെ ബങ്കിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ജൻ സുരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോർ വിജയിച്ചു. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ MLA സ്ഥാനം ഒഴിഞ്ഞതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയെ 19,000-ലേറെ വോട്ടുകൾക്കാണ് പ്രശാന്ത് കിഷോർ പരാജയപ്പെടുത്തിയത്. മധ്യപ്രദേശിലെ ദതിയ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ ഘൻശ്യാം സിംഗ് 6,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി. കാൽനട യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ രാജ്യത്തെ എല്ലാ റോഡുകളിലും കൃത്യമായി നടപ്പാത നിർണ്ണയിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ച് സുപ്രീംകോടതി. നടപ്പാതകളിൽ കയ്യേറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദറിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും നടന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIRകളിൽ അന്വേഷണം അവസാനിപ്പിക്കാനും പിൻവലിക്കാനും സംസ്ഥാന സർക്കാരുകൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ടെന്ന് സുപ്രീംകോടതി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.